വൈകിട്ടായപ്പോൾ ഒരു ചായ കുടിക്കാൻ കൊതി. നേരെ അപ്പൂൻ്റെ റൂമിൽ ചെന്നു. പാവം പഠിക്കാൻ നിൽക്കുമായിരുന്നു. ഒരാൾ എനർജിക്കുള്ള ഡ്രിങ്കുമായിട്ട് വരുന്നുണ്ട്. രണ്ടിനെയും കൂട്ടി ഞാൻ എൻ്റെ എനർജിക്ക് വേണ്ടി ചായക്കടയിലെത്തി. കണ്ണാടി കൂട്ടിയിരുന്ന് എല്ലാം മാടി മാടി വിളിക്കുന്നുണ്ട്. എണ്ണയിലുള്ള അതിൻ്റെ കരച്ചിൽ കാരണം കഴിക്കാണ്ടിരിക്കാൻ പറ്റൂ. കാർമേഘമൊക്കെ ഇരുണ്ട് കയറി കിടക്കുന്നുണ്ട്. ആ തണുത്ത കാറ്റിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ചൂട് ചായയും നല്ല എണ്ണയിലിട്ട് പൊരിച്ച സാധനങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അന്തസ്. അതിലും വലുത് വേറെ ഇല്ലല്ലേ. സൂപ്പർ. ആ ചട്നിയൊക്കെ ആയിട്ട് ഇവിടുത്തെ ചായ ഉണ്ടല്ലോ, ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ കുടിച്ചുകൊണ്ടേയിരിക്കും. ഒന്നെന്നില്ല, രണ്ടെന്നില്ല, മൂന്നെന്നില്ല, ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അറിയാം ചായ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്, എന്നാലും എനിക്ക് നിർബന്ധമില്ല. പക്ഷെ കിട്ടിയാൽ കുടിക്കും, അത്രേ ഉള്ളൂ. അവിടെ നിന്ന് നേരെ ഞങ്ങളിത് അടുത്തൊരു കടയിലേക്ക് പോവാം. ഒരു അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ വായും പൊളിച്ച് നോക്കി നിൽക്കുന്ന സ്ഥലമാണല്ലോ ഡയറി മിൽക്ക്. ഡയറി മിൽക്ക് കണ്ടില്ല എന്ന് എടുക്കാൻ പറ്റില്ല, എന്നാലും ഒന്ന് എത്തി നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നേരെ കടമ്പ്രയാർ പോയില്ല, കുറച്ച് അവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ചു. നല്ല തണുത്ത കാറ്റും ആറിൻ്റെ തീരം കൂടെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളി വൈബായിരുന്നു അവിടെ നിൽക്കാം. മഴ ഇപ്പോൾ പെയ്യും എന്ന് വിചാരിച്ചു, പക്ഷെ പെയ്തില്ല. അയ്യോ സീരിയസ്ലി. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരെ കോളേജിലോട്ട് വന്നപ്പോഴേക്കും ഒരാളിതേ കിണറിൻ്റെ ആഴം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും പോയി ഒന്ന് എത്തി നോക്കി. ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് കോളേജ് കഴിഞ്ഞ് പോകുമ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് ഞാൻ കൊണ്ടുപോകും കേട്ടോ. അത്ര അടിപൊളി പൂവാണ് കേട്ടോ. ഇതിൻ്റെ പേരറിയാമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കുറേ ചെടികളൊക്കെ കണ്ടു. പിന്നെ അതിന്ന് കുറച്ച് വിത്തൊക്കെ പൊട്ടിച്ചെടുത്തായിരുന്നു കേട്ടോ. ഇത് സാധാരണ നമ്മളവിടെ സ്ഥിരം കാണുന്ന ചെടിയാണെങ്കിലും ഒരു കൗതുകത്തിന് പൊട്ടിച്ചതാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.